എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറൻഷ്യൽ അസംബ്ലി ഓവർഹോൾ ചെയ്യാനും പരിശോധിക്കാനും നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക, പിനിയൻ അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക, ഡിഫറൻഷ്യൽ അസംബ്ലിയുടെ ഭാഗങ്ങൾ പരിശോധിക്കുക, ഡിഫറൻഷ്യൽ അസംബ്ലി അസംബിൾ ചെയ്യുക എന്നിവ ചെയ്യാൻ കഴിയും. ഇത് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും വസ്തുക്കളും നമുക്ക് ശേഖരിക്കാം. Trainees Toolkit 1, Bearing Puller 1, Circlip Plier External 1, Bench Vise 1, Torque Wrench 1 set, Feeler Gauge 1 set, Dial Indicator with Stand 1 set, Vehicle 1, Kerosene as required, Soap oil as required, Bunion cloth as required, SAE 120 oil as required, Cleaning tray as required, grease as required. ഡിഫറൻഷ്യൽ അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക. പിനിയൻ ഷാഫ്റ്റ് കറങ്ങാതിരിക്കാൻ ഡിഫറൻഷ്യൽ പിടിച്ച് ലോക്ക് ചെയ്യുക. പിനിയൻ ഷാഫ്റ്റ് നട്ട് നീക്കം ചെയ്യുക. പിനിയോൺ ലോക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിക്കുക. പിനിയൻ ഷാഫ്റ്റ് ഫ്ലേഞ്ച് നീക്കം ചെയ്യുക. പിനിയൻ ഷാഫ്റ്റിന്റെ അവസാനം ചുറ്റുകയും ബ്രാസ് ഡ്രിഫ്റ്റും ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുക. പിനിയൻ ഷാഫ്റ്റ് അസംബ്ലി പുറത്തെടുക്കുക. തിരിച്ചറിയലിനായി ക്യാപ്പുകളുടെ ഇരുവശത്തും അടയാളങ്ങൾ ഉണ്ടാക്കുക. ഇരുവശത്തുമുള്ള സ്റ്റോപ്പർ ബോൾട്ടുകൾ അഴിക്കുക. ക്യാപ്പ് ഫിക്സിംഗ് ബോൾട്ടുകൾ നീക്കം ചെയ്യുക. രണ്ട് ബെയറിംഗ് ക്യാപ്പുകളും പുറത്തെടുക്കുക. ഡിഫറൻഷ്യൽ കേസ് അസംബ്ലി ഉയർത്തി ഒരു വൈസിൽ പിടിക്കുക. ബോൾട്ടുകൾ നീക്കം ചെയ്യുക. ഡിഫറൻഷ്യൽ കേസിൽ ബെവൽ ഗിയർ ഉറപ്പിക്കുക. ബെവൽ ഗിയർ പുറത്തെടുക്കുക. സൈഡ് പിനിയനുകൾ, സൈഡ് ഗിയറുകൾ, ത്രസ്റ്റ് വാഷറുകൾ എന്നിവ പുറത്തെടുക്കുക. ഡിഫറൻഷ്യൽ കേസിൽ നിന്ന് സൈഡ് ബെയറിംഗുകൾ നീക്കം ചെയ്യുക. ഒരു എക്സ്ട്രാക്ടർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിക്കുക. വാഷർ ഡിഫറൻഷ്യൽ കേജിൽ ചതുരാകൃതിയിൽ ഇരിക്കുന്നുവെന്നും ബെയറിംഗിന്റെ ഇന്നർ റേസിനെ സ്പർശിക്കില്ലെന്നും ഉറപ്പാക്കുക. പരിശോധന: പിനിയന് തേയ്മാനമുണ്ടോ എന്ന് പരിശോധിക്കുക. ടീത്ത് വെയറിനായി സൈഡ് പിനിയനും സൈഡ് ഗിയറും പരിശോധിക്കുക. സ്വതന്ത്ര റൊട്ടേഷനായി ബെയറിംഗുകൾ പരിശോധിക്കുക. ടെയിൽ പിനിയൻ അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക. ഒരു പ്രത്യേക ടൂളിൽ ടെയിൽ പിനിയന്റെ ഇന്നർ ടേപ്പർ റോളർ ബെയറിംഗിന്റെ ഇന്നർ റേസിനെ പിന്തുണയ്ക്കുക. കൂടാതെ രണ്ട് ടാപ്പർ റോളർ ബെയറിംഗുകളിൽ നിന്ന് ടെയിൽ പിനിയൻ അമർത്തുക. ഔട്ടർ ടേപ്പർ റോളർ ബെയറിംഗ് അസംബ്ലി നീക്കം ചെയ്യുക. ഔട്ടർ റേസുകൾക്കിടയിൽ സ്പ്ലിറ്റ് സ്പേസർ റിങ്ങുകൾ നീക്കം ചെയ്യുക. രണ്ട് ഇന്നർ റേസുകൾക്കിടയിലുള്ള സ്പേസ് വാഷർ നീക്കം ചെയ്യുക. ഇന്നർ ടേപ്പർ റോളർ ബെയറിംഗ് അസംബ്ലി നീക്കം ചെയ്യുക. രണ്ട് ടേപ്പർ റോളർ ബെയറിംഗുകളുടെ ഔട്ടർ റേസുകൾ പരസ്പരം മാറ്റുന്നില്ലെന്ന് ഉറപ്പാക്കുക. പിനിയന്റെ സർക്ലിപ്പ് നീക്കം ചെയ്യുക. ഡിഫറൻഷ്യൽ അസംബ്ലിയുടെ ഭാഗങ്ങൾ പരിശോധിക്കുക. സ്കോറിംഗ്, ബറുകൾ, പൊട്ടൽ, അമിതമായി ചൂടാകൽ തുടങ്ങിയവയ്ക്കായി ടെയിൽ പിനിയൻ ടീത്ത് പരിശോധിക്കുക. കേടായ ടെയിൽ പിനിയൻ മാറ്റി സ്ഥാപിക്കുക. സ്കോറിംഗിനായി ടെയിൽ പിനിയനിൽ ബെയറിംഗ് സീറ്റുകൾ പരിശോധിക്കുക. ടെയിൽ പിനിയനിലെ സ്പ്ലൈനുകളും അതിന്റെ കപ്ലിംഗ് ഫ്ലേഞ്ചും തേയ്മാനത്തിനും ബറുകൾക്കും വേണ്ടി പരിശോധിക്കുക. ടെയിൽ പിനിയനിലെ ത്രെഡുകൾ പരിശോധിക്കുക. ടെയിൽ പിനിയനിലെ സർക്ലിപ്പ് ഗ്രോവുകൾ പരിശോധിക്കുക. സ്കോറിംഗ്, പിറ്റിംഗ്, ബറുകൾ, ഓവർ ഹീറ്റിംഗ് തുടങ്ങിയവയ്ക്കായി എല്ലാ ബെയറിംഗുകളും പരിശോധിക്കുക. ക്രൗൺ വീലും ടെയിൽ പിനിയനും ഒരു സെറ്റായി മാറ്റി സ്ഥാപിക്കുന്നു. ഹൗസിംഗിൽ പിനിയൻ കൂട്ടിച്ചേർക്കുക. ടെയിൽ പിനിയനിൽ സ്പിഗോട്ട് ബിയറിംഗിന്റെ ഇന്നർ റേസ് ഫിക്സ് ചെയ്യുക. സർക്ലിപ്പ് ഫിറ്റ് ചെയ്യുക. ഇന്നർ റേസ് അറ്റം പിനിയൻ ടീത്തിനെ അഭിമുഖീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പിനിയൻ ടീത്തിൽ സ്പർശിക്കുന്നതുവരെ ഇന്നർ ടേപ്പർ ബെയറിംഗിന്റെ ഇന്നർ റേസ് അമർത്തുക. ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിക്കുക. ടെയിൽ പിനിയനിൽ സ്പേസർ വാഷർ സ്ലൈഡ് ചെയ്യുക. ടെയിൽ പിനിയനിൽ ഔട്ടർ ടേപ്പർ റോളർ ബെയറിംഗിന്റെ ഔട്ടർ റേസ് സ്ഥാപിക്കുക. ഔട്ടർ ബെയറിംഗിൽ ത്രസ്റ്റ് വാഷർ ഘടിപ്പിക്കുക.
ത്രെഡഡ് സ്ലോട്ടഡ് റിംഗ് പുതിയ ഓയിൽ സീൽ ഉപയോഗിച്ച് ടെയിൽ പിനിയനിൽ വയ്ക്കുക. കപ്ലിംഗ് സ്പ്ലൈനുകളിൽ ഓയിൽ പുരട്ടുക. ടെയിൽ പിനിയന്റെ സ്പ്ലൈനുകളിൽ കപ്ലിംഗ് ഫ്ലേഞ്ച് അമർത്തുക. ടെയിൽ പിനിയനിൽ ഒരു പുതിയ കപ്ലിംഗ് നട്ട് ശരിയാക്കുക. കപ്ലിംഗ് ഫ്ലേഞ്ചിൽ പ്രത്യേക ഉപകരണം ഘടിപ്പിക്കുക. ഉപകരണം വൈസിൽ മൗണ്ട് ചെയ്യുക. നിർദ്ദിഷ്ട ടോർക്കിൽ കപ്ലിംഗ് നട്ട് മുറുക്കുക. ടേപ്പർ റോളർ ബെയറിംഗുകളുടെ 2 ബാഹ്യ റേസുകൾക്കിടയിൽ സ്പ്ലിറ്റ് സ്പേസർ റിങ്ങുകൾ ഫിറ്റ് ചെയ്യുക. പ്രീലോഡ് കണ്ടെത്താൻ പിനിയൻ ഫ്ലേഞ്ചിൽ ഒരു പ്രത്യേക ഉപകരണം ഫിക്സ് ചെയ്യുക. ബാറിലെ ഭാരം പിനിയനിൽ നിന്ന് നീക്കം ചെയ്യുക. പിനിയനും പിനിയൻ കറങ്ങാൻ തുടങ്ങുന്ന ഭാരവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം രേഖപ്പെടുത്തുക. അവയെ ഗുണിക്കുക. ഇതാണ് പിനിയൻ ബെയറിംഗുകളുടെ പ്രീലോഡ്. ഈ പ്രീലോഡ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിർമ്മാതാവിന്റെ സ്പെസിഫിക്കേഷനുമായി താരതമ്യം ചെയ്യുക. നിർദ്ദിഷ്ട പ്രീലോഡ് ലഭിക്കുന്നതിന് ഒരു സ്പേസർ തിരഞ്ഞെടുക്കുക. പ്രീലോഡ് വർദ്ധിപ്പിക്കാൻ കട്ടിയുള്ള സ്പേസർ ഉപയോഗിക്കുക. ഡിഫറൻഷ്യൽ കാരിയറിൽ പിനിയൻ അസംബ്ലി ഫിക്സ് ചെയ്യുക. ഡിഫറൻഷ്യൽ അസംബ്ലി കൂട്ടിച്ചേർക്കുക. ഒരു പ്രത്യേക ടൂൾ അതായത് ഡിഫറൻഷ്യൽ സൈസ് ബെയറിംഗ് ഇൻസ്റ്റാളർ ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ കേസിൽ സൈസ് ബെയറിംഗുകൾ ശരിയാക്കുക. ഡിഫറൻഷ്യൽ കേജിൽ ത്രസ്റ്റ് വാഷർ ഉപയോഗിച്ച് സൈഡ് പിനിയൻ, സൈഡ് ഗിയർ എന്നിവ കൂട്ടിച്ചേർക്കുക. ഡിഫറൻഷ്യൽ കേസിൽ ഒരു ബെവൽ അല്ലെങ്കിൽ റിംഗ് ഗിയർ ശരിയാക്കുക. ശുപാർശ ചെയ്യുന്ന ടോർക്കിൽ ബോൾട്ടുകൾ മുറുക്കുക. ഡിഫറൻഷ്യൽ കേസ് അസംബ്ലി കാരിയർ കേസിനു മുകളിൽ സൂക്ഷിക്കുക. 2 ബെയറിംഗ് ക്യാപ്സ് കേസിനു മുകളിൽ വയ്ക്കുക. അടയാളം അലൈൻ ചെയ്യുക. ഡയൽ ഗേജ് ശരിയാക്കുക. ക്രൗൺ വീലിൽ ബെവൽ ഗിയർ ടൂത്തിന്റെ കോൺവെക്സ് വശത്ത് ഡയൽ ഇൻഡിക്കേറ്റർ നീഡിൽ ശരിയാക്കുക. ബാക്ക്ലാഷ് അളക്കുക. ബാക്ക്ലാഷ് വർദ്ധിപ്പിക്കുന്നതിന് ക്രൗൺ വീൽ പിനിയനിൽ നിന്ന് മാറ്റണം. ചെക്ക് നട്ട് ക്രമീകരിക്കുന്ന ഇടതുവശം അഴിച്ച് വലതുവശത്തുള്ള പിനിയൻ ചെക്ക് നട്ട് ടൈറ്റ് ആക്കുക. നിർദ്ദിഷ്ട ബാക്ക്ലാഷ് ലഭിക്കുന്നതുവരെ ഇത് ആവർത്തിക്കുക. നിർദ്ദിഷ്ട ടോർക്കിൽ ക്യാപ് ബോൾട്ടുകൾ മുറുക്കുക. നൽകിയിട്ടുണ്ടെങ്കിൽ ലോക്ക് പ്ലേറ്റ് ഉപയോഗിച്ച് അഡ്ജസ്റ്റിംഗ് നട്ട് ലോക്ക് ചെയ്യുക. ക്രൗണും പിനിയനും തമ്മിലുള്ള സെറ്റ് ടൂത്ത് കോണ്ടാക്ട് പരിശോധിച്ച് സജ്ജമാക്കുക. ക്രൗൺ വീൽ സ്റ്റഡി ബ്രാസ് ബോൾട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യുക. സൈഡ് വീൽ കറക്കി ഡിഫറൻഷ്യൽ ആക്ഷൻ പരിശോധിക്കുക. മറ്റേ സൈഡ് വീൽ റിവേഴ്സ് ഡയറക്ഷനിൽ കറങ്ങണം. ഡിഫറൻഷ്യൽ അസംബ്ലി കവറിൽ പാക്കിംഗ് ഫിക്സ് ചെയ്യുക. ഡിഫറൻഷ്യൽ അസംബ്ലിയിൽ കവർ ഫിറ്റ് ചെയ്യുക. നിർദ്ദേശിച്ച ഓയിൽ നിശ്ചിത അളവിൽ നിറയ്ക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറൻഷ്യൽ അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക, പിനിയൻ അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യുക, ഡിഫറൻഷ്യൽ അസംബ്ലിയുടെ ഭാഗങ്ങൾ പരിശോധിക്കുക, ഡിഫറൻഷ്യൽ അസംബ്ലി അസംബിൾ ചെയ്യുക എന്നിവ എങ്ങനെയെന്ന് ചർച്ച ചെയ്തു. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.